അർജുനും രാഹുലും രണ്ടുപേർക്കും ആദ്യത്തെ ജോബ് കിട്ടി. 30,000 രൂപ സാലറി ഉണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തിൽ രണ്ടുപേരും ലൈഫ് എൻജോയ് ചെയ്തു. ഫുഡ്, ഇഷ്ടപ്പെട്ട ഫോൺ, ബ്രാൻഡഡ് ഷൂസ്, അങ്ങനെ എല്ലാം വാങ്ങി. പക്ഷെ രാഹുൽ ഒരു ചെറിയ കാര്യം എക്സ്ട്രാ ചെയ്തു. ഓരോ മാസവും 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ലൈഫ് അടിപൊളിയായി മുന്നിലേക്ക് പോയി. അതിനിടയിൽ വളരെ സാധാരണയായി ഫോൺ കേടാകൽ, ബൈക്ക് റിപ്പയർ, വീട്ടിലൊരു ഹെൽത്ത് എമർജൻസി, ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചു. ഈ ഓരോ സമയത്തും അർജുൻ പെട്ടു. കയ്യിൽ കാശില്ല, ക്രെഡിറ്റ് കാർഡ്സും ലോണും എടുക്കേണ്ടി വന്നു. വീട്ടിലും കൂട്ടുകാരോടും കടം ചോദിക്കേണ്ടി വന്നു. എന്നാൽ രാഹുലിന് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. പുള്ളി മാറ്റിവെച്ച കാശ് വെച്ച് ഈസിയായി പേ ചെയ്തു. അങ്ങനെ 30 വയസ്സായപ്പോ അർജുന് 2 കാര്യങ്ങൾ മനസ്സിലായി. ലൈഫിൽ പല ആവശ്യങ്ങൾ വരും, അപ്പോ കയ്യിൽ കാശ് ഉണ്ടാകണം. ഓൾസോ ഇപ്പോൾ ഉള്ള ഈ സാലറി ഒരു പ്രായമാകുമ്പോൾ നിൽക്കും, അപ്പോഴേക്കും എന്തെങ്കിലും കരുതി വെക്കണം. അങ്ങനെ 30 വയസ്സിൽ പുള്ളിയും മാസം 5,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലൈഫ് വളരെ വേഗത്തിൽ മുന്നിലേക്ക് പോയി. കല്യാണം, കുട്ടികൾ, കാറ്, വീട്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ കല്യാണം. ആദ്യകാലത്തെ ലോണുകളും കയ്യിൽ കുറച്ച് കാശുമുള്ള അർജുനേക്കാൾ രാഹുലിന് ഇതെല്ലാം തന്നെ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റി. അങ്ങനെ 60 വയസ്സിൽ റിട്ടയർമെന്റിന്റെ സമയമായപ്പോൾ രണ്ടുപേരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നോക്കി. അർജുന്റേത് 1.25 കോടി രൂപയായി, എന്നാൽ രാഹുലിന്റേത് 4 കോടി രൂപയായി. രാഹുൽ സമാധാനത്തിൽ കംഫർട്ടബിൾ ആയിട്ട് റിട്ടയർ ചെയ്തു. അർജുൻ അവിടെയും സ്ട്രഗിൾ ചെയ്തു. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു, യങ് ആയിരിക്കുമ്പോഴേ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കാണിച്ചു. ഇപ്പോ നിങ്ങൾ ഈ രണ്ടിൽ ഒരാളെ പോലെ ആയിരിക്കും, പക്ഷെ ആകേണ്ടത് രാഹുലിനെ പോലെയാണ്. അതിനായി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് അറിയില്ല എങ്കിൽ പേടിക്കേണ്ട. അടുത്ത 10 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽത്ത് ബിൽഡ് ചെയ്യാനും റിട്ടയർമെന്റിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെയും കേട്ട് കാണും. പക്ഷേ അതിനു മുന്നേ ആദ്യം മറ്റൊന്നിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതായത് അർജുന്റെ കാര്യം നോക്കിയാൽ മനസ്സിലാകും. റെഗുലർ ചിലവുകൾ അല്ലാത്ത ഓരോ അൺഎക്സ്പെക്ടഡ് ആവശ്യങ്ങൾ വന്നപ്പോഴും കയ്യിൽ പൈസ ഇല്ലാതെ കടമെടുത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ലൈഫിൽ അങ്ങനെയുള്ള എമർജൻസീസ് സംഭവിക്കുന്നത് നോർമൽ അല്ലേ? അപ്പോൾ ലൈഫിന് സേഫ്റ്റി കൊടുക്കാൻ ഒരു പ്ലാൻ വേണ്ടേ? യെസ്, അതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയ എമർജൻസികൾ വരുമ്പോൾ അതിനുവേണ്ടി മാത്രമായി മാറ്റിവെക്കുന്ന കാശാണ്. ഒരു തമ്പ് റൂളായി നിങ്ങളുടെ ഒരു മാസത്തെ ചിലവിന്റെ 6 ഇരട്ടിക്ക് ഇക്വലന്റ് ആയ പൈസ എമർജൻസി ഫണ്ടായി മാറ്റിവെക്കണം എന്നാണ് പൊതുവെ പറയാറ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ 25,000 രൂപ ചിലവുണ്ട് എങ്കിൽ അതിന്റെ 6 ഇരട്ടി 1.5 ലക്ഷം രൂപയാണ് എമർജൻസി ഫണ്ടായി സേവ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എമർജൻസികൾ വന്നാൽ ഒന്ന് കുലുങ്ങുക പോലും ചെയ്യാതെ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാലോ. ജോലി ഒന്ന് പോയാൽ പോലും പേടിക്കേണ്ട. 3-4 മാസത്തിലെങ്കിലും അടുത്തത് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മാസ ചിലവിന്റെ ഇത്രയും ഇരട്ടി ഇപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് വലിയൊരു സമാധാനം, ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ലേ? യെസ്, അതിനാണ് ആദ്യം എമർജൻസി ഫണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ മാസങ്ങളിൽ പറ്റുന്ന പോലെ പൈസ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് സിമ്പിൾ ആണ്. റിസ്ക് ഇല്ലാത്ത പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. സോ ഒരു FD, ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടോ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. റിസ്ക് ഇല്ലാത്ത ഗ്യാരണ്ടീഡ് ആയ ഒരു 6% പൈസ ഗ്രോ ചെയ്യാം. എപ്പോ വേണമെങ്കിലും എടുക്കാനും പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ ഗ്രോത്ത് അല്ല ലക്ഷ്യം. ആ പൈസ ലൈഫിന്റെ സേഫ്റ്റിക്കും സമാധാനത്തിനുമായി റിസ്ക് ഇല്ലാതെ എപ്പോഴും അവിടെ ഉണ്ടാകലാണ്. അപ്പോൾ ഇത് സെറ്റായി എങ്കിൽ ഇനി വെൽത്ത് ബിൽഡ് ചെയ്യാനും റിട്ടയർമെന്റിന് വേണ്ടിയും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട്. യെസ്, എല്ലാ മാസവും കൃത്യം ഒരു ഡേറ്റില് ഒരു ഫിക്സ്ഡ് തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വെൽത്ത് ബിൽഡ് ആയിക്കോളും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. എനിക്കറിയാം പല തുടക്കക്കാരും പതറുന്നത് ഇവിടെയാണ്. കാരണം മ്യൂച്വൽ ഫണ്ട്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. ബട്ട് ഡോണ്ട് വറി, ഞാൻ ഇന്ന് ശരിയാക്കി തരാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള കാശ് ഒരു എക്സ്പേർട്ട് കളക്ട് ചെയ്ത് ആ പൈസ സ്റ്റോക്സിൽ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ, നിങ്ങളൊരു എക്സ്പേർട്ടിന്, ഒരു ഇന്റലിജന്റ് ഫണ്ട് മാനേജർക്ക് നിങ്ങളുടെ പൈസ കൊടുക്കുകയാണ്. അവർ അത് നന്നായി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നു. എനിക്കറിയാം തുടക്കക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ പിന്നെയും പാടാകും. ഇപ്പൊ തന്നെ ഞാൻ സ്റ്റോക്സ് എന്ന വാക്ക് ഉപയോഗിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അഗെയിൻ ഡോണ്ട് വറി, നമുക്കൊരു കഥയിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കമ്പനീനെ നമുക്ക് എടുക്കാം. സ്വിഗ്ഗി. ഓക്കെ ആണല്ലോ?
സ്വിഗ്ഗിയുടെ ബിസിനസ് നിങ്ങൾക്കറിയാലോ, റെസ്റ്റോറന്റുകളിൽ നിന്ന് ഫുഡ് ഡെലിവർ ചെയ്തു തരും. അതുപോലെ ഇൻസ്റ്റമാർട്ട് വഴി ഗ്രോസറിയും ഡെലിവർ ചെയ്യും. ഏതൊരു കമ്പനിയെയും പോലെ സ്വിഗ്ഗിക്കും വളരണം എന്നതാണ് ലക്ഷ്യം. കൂടുതൽ സിറ്റീസ്, കൂടുതൽ സ്റ്റോർസ്, കൂടുതൽ റൈഡേഴ്സ്, കൂടുതൽ മാർക്കറ്റിംഗ്. എന്നാൽ അതിനൊക്കെ ക്യാഷ്, അതായത് ക്യാപിറ്റൽ, അതായത് മൂലധനം വേണം. ക്യാപിറ്റൽ ഉണ്ടാക്കാൻ ഒരു ഓപ്ഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ബിസിനസ് നന്നായാലും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതൊരു റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് ഇല്ലാതെ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് സ്റ്റോക്സ് വരുന്നത്. അതായത് സ്വിഗ്ഗി അവരുടെ കമ്പനിയുടെ ഓണർഷിപ്പിനെ ചെറിയ ചെറിയ കഷണങ്ങളായി മുറിക്കും. അതിനെ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്സ് എന്ന് വിളിക്കും. സ്വിഗ്ഗിയിൽ നിന്ന് എത്ര കച്ചവടം ചെയ്യുന്നു, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ നോക്കി സ്വിഗ്ഗിക്ക് ഒരു വാല്യൂ, ഒരു മൂല്യം ഉണ്ടാകുമല്ലോ. ആ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ ഓരോ ഷെയറിന്റെയും വാല്യൂ കിട്ടും. എന്നിട്ട് ആ ഷെയർസ് നിങ്ങളെയും എന്നെയും പോലെയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ ഓഫർ ചെയ്യും. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഷെയർസ് തരും. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന കാശ് കിട്ടി, നമ്മൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി. ഇനിയാണ് രസം. സ്വിഗ്ഗി ഈ കിട്ടിയ കാശ് ആദ്യം പ്ലാൻ ചെയ്തതുപോലെ നന്നായി യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? റവന്യൂ കൂടും, അങ്ങനെ അവരുടെ പ്രോഫിറ്റ് കൂടും. അത് സംഭവിക്കുമ്പോൾ കമ്പനിയുടെ വാല്യൂ കൂടുമല്ലോ. കമ്പനിയുടെ വാല്യൂ കൂടിയാൽ ഒരു ഷെയറിന്റെ വാല്യൂവും കൂടും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഗ്രോ ആയി എന്ന് പറയാം. ഇതാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗും. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കാമെന്ന് മനസ്സിലാക്കണം. സ്വിഗ്ഗിയുടെ കച്ചവടം മോശമായാൽ അതിന്റെ വാല്യൂ കുറയും. അപ്പോൾ ഷെയറിന്റെ വിലയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും താഴേക്കും പോകും. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കിയാണ് എന്ന് പലരും പറയുന്നത്. ചിന്തിച്ചാൽ ശരിയുമാണ്. 5000-ഓളം കമ്പനികളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റില്. അതിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനി പഠിച്ച് കണ്ടെത്തി കറക്റ്റ് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പാടായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് റിയൽ നോളജും സ്കില്ലും ടൈമും വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ബിഗിനറായ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ അതിലെ ആ എക്സ്പേർട്ട് ഫണ്ട് മാനേജർ ഈ പണി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓൾസോ അവർ 100 കണക്കിന് കമ്പനികളിലാണ് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ചിലതൊക്കെ മോശമായാലും മോസ്റ്റ്ലി നന്നാകും എന്നതുകൊണ്ട് റിസ്ക് കുറയും, ഗ്രോത്ത് കൂടും. എന്നാലും ഗ്രോത്ത് തന്നെ കിട്ടുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് പല ബിഗിനേഴ്സും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്. ലോങ് ടേമിൽ ഒരു നല്ല രാജ്യത്തിന്റെ എക്കോണമി പൊതുവെ നന്നായിക്കൊണ്ടേയിരിക്കും. ലോകത്ത് എവിടെ വേണമെങ്കിലും നോക്കിക്കോ, അങ്ങനെയല്ലേ? 10-20 വർഷങ്ങൾ മുൻപ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറെ ഡെവലപ്മെന്റ്സ് ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായില്ലേ? 10-20 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിലും നന്നാകില്ലേ? അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾ വളരുമ്പോൾ അവിടുത്തെ കമ്പനീസും നാച്ചുറലി വളരും. സോ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായാലും ലോങ് ടേമിൽ ഗ്രോത്ത് തന്നെ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും എത്ര ഗ്രോത്ത്, എത്ര റിട്ടേൺസ് കിട്ടുമെന്ന്. ഇവിടെ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ FD ഒക്കെ പോലെ റിട്ടേൺസ് ഗ്യാരണ്ടീഡ് അല്ല. അതായത് കൃത്യമായി എത്ര റിട്ടേൺസ് കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മുന്നിലേക്കുള്ള റിട്ടേൺസ് കമ്പനികളുടെയും രാജ്യത്തിന്റെയും ഒക്കെ പെർഫോമൻസ് പോലെ ഇരിക്കും. എന്നാലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടാൻ ഇതുവരെ, അതായത് ഹിസ്റ്റോറിക്കലി എന്ത് റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നാണ് നോക്കാറ്. ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികൾ കഴിഞ്ഞ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 13% റിട്ടേൺസ് കിട്ടിയനെ. ആവറേജ് ആണ്. ഇതിനെയാണ് നിഫ്റ്റി 50 എന്ന് വിളിക്കുന്നത്. ഓൾസോ കാണുന്നത് പോലെ റിട്ടേൺസ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിലല്ല, കയറ്റി ഇറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺസ് കൂടുതൽ കിട്ടും ബാക്കിയുള്ള സംഭവങ്ങളുമായി കമ്പയർ ചെയ്താൽ. എന്നാൽ അതുപോലെ തന്നെ റിസ്കുമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് പോലെ തന്നെ താഴേക്കും പോകാം. മുന്നിലേക്കുള്ള റിട്ടേൺസ് പലതിലും ഡിപ്പെൻഡന്റുമാണ്. പക്ഷെ ലോങ് ടേമിൽ എല്ലാം നന്നാകും എന്ന അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഇതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം. കുറേ അധികം കോൺസെപ്റ്റുകൾ പെട്ടെന്ന് കിട്ടിയതല്ലേ, എല്ലാം ക്ലിയർ ആയി എങ്കിൽ മാത്രം നമുക്ക് മുന്നിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും, ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യൂഷ്വൽ സജഷൻ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നിങ്ങളുടെ പൈസ എപ്പോഴും ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസിലായിരിക്കും ഇൻവെസ്റ്റഡ്. ഈ കാണുന്ന ഫണ്ടുകളെല്ലാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സിമിലർ ആണ്, പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസും നടത്തുന്നതാണെന്ന് മാത്രം. ഇതിൽ ഏത് ചൂസ് ചെയ്താലും ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നത് സെയിം ആണ്, റിട്ടേൺസും സിമിലർ ആയിരിക്കും. അപ്പൊ അധികം ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സിമ്പിൾ ഫണ്ട് എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ഹാബിറ്റും ആ ഡിസിപ്ലിനും ബിൽഡ് ചെയ്യുക. അത് ബിൽഡ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഗിയർ ഒന്ന് മാറ്റുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പഠിക്കണം. അസറ്റ് ക്ലാസസ്, ഡിഫറെന്റ് ടൈപ്സ്, പോർട്ട്ഫോളിയോ ബിൽഡിംഗ്, അങ്ങനെ എല്ലാം തന്നെ പഠിക്കണം. എന്നിട്ട് പയ്യെ പല ഫണ്ടുകളുള്ള നിങ്ങളുടെ ഗോളുകൾക്കും റിസ്കിനും ഒക്കെ പറ്റിയ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തെടുക്കുക. അതെല്ലാം പഠിക്കാനുള്ള വീഡിയോസ് ഞാൻ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണില് റെലവന്റ് വീഡിയോസ് എല്ലാം കൊടുക്കുന്നുമുണ്ട്. ബട്ട് അതൊക്കെ പിന്നെ മതി. ഇപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആകാതെ സിമ്പിൾ ആയി സ്റ്റാർട്ട് ചെയ്തോ. അതാണ് ആദ്യം ഇമ്പോർട്ടന്റ്. സോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം.
ഷോർട്ട് ആൻസർ, ആസ് മച്ച് ആസ് യു ക്യാൻ. പറ്റുന്ന അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ലാസ്റ്റ് 3-4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിശദമായി ഒന്ന് നോക്കുക. വരവ് എത്രയുണ്ട്, ചിലവുകൾ എന്താണ്, എല്ലാം കഴിഞ്ഞ് ഒരു മാസം എത്ര ബാക്കി വരുന്നുണ്ട്. ഒന്നും ബാക്കി ഇല്ല എങ്കിൽ അനാവശ്യ ചിലവുകൾ കട്ട് ചെയ്തോ ഇൻകം കൂട്ടിയോ അത് ഉണ്ടാക്കുക. എങ്ങനെയാണെങ്കിലും എത്രയാണ് കംഫർട്ടബിൾ ആയി എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെച്ച് SIP സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഇതിന്റെ അർത്ഥം കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നല്ല. നാളെ വേണ്ടി ഇന്ന് മോശമാക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ മൈൻഡ്ഫുൾ ആകണം, ഒരു ശ്രദ്ധ വേണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1000-ഓ 2000-ഓ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ല എങ്കിൽ 500-ൽ നിന്നെങ്കിലും തുടങ്ങുക. ജസ്റ്റ് സ്റ്റാർട്ട്, അതാണ് ഇമ്പോർട്ടന്റ്. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഓരോ വർഷവും ഇൻകം കൂടുമ്പോൾ ജീവിത ചെലവുകൾ കൂട്ടുന്നതിന് മുൻപ് SIP എമൗണ്ട് കൂട്ടുക. ഇതിനെ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കും. ഇതും കാര്യമായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്നത് ലൈഫിൽ എത്രയും നേരത്തെ എത്രയും അധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അത് എന്തുകൊണ്ടാണെന്നും അതിന്റെ ഇമ്പാക്റ്റും ഞാൻ കാണിച്ചു തരാം. ഈ 3 പേരുടെ കേസ് നോക്കിക്കോ. നമ്മുടെ രാഹുലിന്റെയും അർജുന്റെയും കൂടെ പ്രിയയുടെ കേസ് കൂടി എടുക്കാം. രാഹുൽ 23 വയസ്സിൽ 5000 രൂപ SIP സ്റ്റാർട്ട് ചെയ്തു. അർജുൻ കുറച്ച് ലേറ്റ് ആയി 30 വയസ്സിലാണ് തുടങ്ങിയത്. പ്രിയ 23 വയസ്സിൽ തന്നെ തുടങ്ങി, പക്ഷേ 3000 രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് അപ്പ് പഠിച്ചത് കൊണ്ട് ഇവരും വർഷം 5% സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. 60 വയസ്സാകുമ്പോൾ ഉള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊന്ന് നോക്കിയാലോ. രാഹുല് 6.3 കോടി രൂപ, അർജുൻ 2.6 കോടി രൂപ, പ്രിയ 3.8 കോടി രൂപ. കണ്ടില്ലേ, ഏറ്റവും പിന്നിൽ അർജുൻ. ചെറിയ എമൗണ്ടിൽ തുടങ്ങിയിട്ട് പോലും പ്രിയക്ക് അർജുനേക്കാൾ ബെറ്റർ ആകാൻ പറ്റി. ബട്ട് സ്റ്റിൽ രാഹുലിന്റെ നിയർ പകുതിയെ എത്തിയുള്ളൂ. ഇതുകൊണ്ടാണ് എത്രയും നേരത്തെ എത്രയും അധികം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അധികം ഒന്നും ആലോചിച്ച് നിൽക്കാതെ ഉള്ള എമൗണ്ട് വെച്ച് ഇപ്പൊ തന്നെ SIP തുടങ്ങുക. അവിടെയാണ് അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് തുടങ്ങുക? പലരും വിചാരിക്കും ഇതെന്തോ ഭയങ്കര പാടാണ് എന്ന്. ബട്ട് അപ്സ്റ്റോക്സ്, സിറോദ കോയിൻ, ഫയേഴ്സ്, ഗ്രോ പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് ആപ്സ് യൂസ് ചെയ്താൽ വെറും 5 മിനിറ്റിൽ SIP സെറ്റപ്പ് ചെയ്യാം. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനും ഈസിയായി അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാനുമുള്ള ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ കമ്പനികളാണ്, സേഫ് ആണ്, സെബി റെഗുലേറ്റഡ് ആണ്. ഡൗൺലോഡ് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക. പാനും ആധാറും അതൊക്കെ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണും കയ്യിലുണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് തീരും. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് സെർച്ച് ചെയ്ത് SIP സെറ്റപ്പ് ചെയ്യുക. എമൗണ്ടും ഡേറ്റും കൊടുത്ത് ഓട്ടോ പേ അപ്രൂവ് ചെയ്യുക. ഡൺ. ഓരോ മാസവും ആ ഡേറ്റിൽ ക്യാഷ് ഓട്ടോമാറ്റിക് ആയി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയിക്കോളും. ഓൾസോ ഈ SIP എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് പോസ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എപ്പോ വേണമെങ്കിലും വിഡ്രോവും ചെയ്യാം. ലോക്കിനോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അത്രമാത്രം സിമ്പിൾ ആണ് കാര്യങ്ങള്. അപ്പോൾ അതുകൂടി ക്ലിയർ ആയ സ്ഥിതിക്ക് രാഹുലിനെ പോലെ ആകാനും കൂടുതൽ കാമായ പീസ്ഫുൾ ആയ ഒരു ലൈഫ് ഉണ്ടാക്കാനുമുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിർത്തുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ആദ്യത്തേത്, ഇതുവരെ നമ്മൾ പൈസ ഗ്രോ ചെയ്യിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിൽ തന്നെയാണ്. സോ നിങ്ങളെ അപ്സ്കിൽ ചെയ്യാനും ബെറ്റർ ആക്കാനും നിങ്ങളെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻകം കൂട്ടുന്നത് തന്നെയാണ് ബെറ്റർ ലൈഫിലേക്കുള്ള ബെസ്റ്റ് വഴി. ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തേത്, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുക. ഒരു എമർജൻസി വന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അതാണ്. അപ്പോൾ ഒരു ബെറ്റർ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ട എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ശരിയല്ലേ? സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഗോ എക്സിക്യൂട്ട്. അതിശക്തം.